അപ്പോൾ ഇന്നത്തെ വീഡിയോ കസിന്റെ മാരേജ് ആണ്. അങ്ങനെ നമ്മൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി എല്ലാവരും പോകുകയാണ്. ഇത് ആനന്ദവല്ലി ചേച്ചി, ഇത് കൗസല്യ ചേച്ചി, ഞാൻ ഇന്ദുമതി, ഞാൻ ഏറ്റവും ഇളയത്. കാട്ടാക്കട എത്തി. കാട്ടാക്കട നിന്ന് അടുത്ത ബസ് കയറി സ്റ്റാച്യൂലാണ് പോകുന്നത്. കുറേ നാളായി ബസ്സിലൊക്കെ കയറിയിട്ട്. അങ്ങനെ വണ്ടി വാങ്ങിച്ചതിന് ശേഷം അങ്ങനെ ബസ്സിൽ അങ്ങനെ പോകാറില്ല. കുറേ നാൾക്ക് ശേഷം ഞാൻ ബസ്സിലൊക്കെ കയറുന്നത്. അത് എല്ലാവരും എന്ത് ശാന്തമായ ഉറക്കം. ഏത് ശാന്തമാ? ശാന്തമല്ല, ശാന്തത. ശാന്തത കൊടുങ്കാറ്റിന് മുമ്പുള്ള ശാന്തത അത് അല്ലടാ. നീ എന്തിനാ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി ഒരു കടയുടെ ഫ്രണ്ട് നിൽപ്പുണ്ട്. കട തുറന്നിട്ടില്ല. ഇനി അവരെ വെയിറ്റ് ചെയ്താണ് ഞങ്ങൾ എല്ലാം ഇരിക്കുന്നത്. നോക്കച്ച എന്തൊരു ചേർച്ച, ഒരമ്മ പെറ്റ ആളിയന്മാരാണെന്നേ പറയൂ. ഫോട്ടോഗ്രാഫർ, അസിസ്റ്റന്റ്. നിങ്ങൾ എന്റെ വീഡിയോ എടുക്കാണോ? ചോദിച്ചിട്ടൊക്കെ എടുക്കണ്ടേ? ഞാൻ ഫിലിം സ്റ്റാർ അല്ലേ? ചോദിക്കണം കേട്ടോ, അനുവാദം ചോദിച്ചിട്ട്. അങ്ങനെ കുറേ നേരം നമ്മൾ നിന്ന് ലാസ്റ്റ് അവിടുത്തെ ആ ചേച്ചി വന്നിട്ടുണ്ട്. ചേച്ചി വന്ന് കട തന്നിട്ടുണ്ട്. നല്ല ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. ചെറിയ കടയാണെങ്കിലും ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. സ്കേർട്ട് എന്നാലും ഈ ഇരിക്കുന്ന ഭാഗത്തൊക്കെ ഒരുപാട് ഗൗണുകളാണ്. പിന്നെ ജീൻസിൻ്റെ സ്കേർട്ട്, അല്ലാത്ത സ്കേർട്ട്, പിന്നെ ടോപ്പുകൾ, അങ്ങനെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. പിന്നെ ചുരിദാറിൻ്റെ മെറ്റീരിയൽസ് ഒക്കെ ഉണ്ട്. അതായത് നല്ല ഹെവി വർക്കുള്ള ചുരിദാർ മെറ്റീരിയൽസ് ആയിരുന്നാലും സിമ്പിൾ വർക്കുള്ള ചുരിദാർ മെറ്റീരിയൽസ് അതൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ അവർക്ക് ഓരോരുത്തർക്ക് ഇഷ്ടപ്പെട്ടത് അവരെടുക്കുകയാണ്. അങ്ങനെ അവർക്ക് ഇഷ്ടപ്പെട്ടത് ഓരോന്നും എടുക്കുകയാണ്. അവർക്ക് എല്ലാം വെച്ച് നോക്കിയതിന് ശേഷം അവരൊന്ന് ജസ്റ്റ് ഒന്ന് അത് ട്രൈ ചെയ്ത് നോക്കിയാണ്. പക്ഷേ ഇത്ര വന്നപ്പോൾ അടിപൊളി. പിന്നെ ബ്ലാക്ക് അടിപൊളി ഫിഷ് കട്ട് മോഡലാണ്. അതിൻ്റെ രസം എന്ന് പറയുമ്പോൾ ഈ ബ്ലാക്ക് എന്ത് വർക്കൊക്കെ ഭയങ്കര സിമ്പിളാണ്. നല്ല അടിപൊളി വർക്കാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ട്. അവർക്ക് നല്ല ചേരുകയും ചെയ്യണം ആ ബ്ലാക്ക് കളർ. അടിപൊളി ഡ്രസ്സ്. പിന്നെ കഴിഞ്ഞ ചേച്ചി ഡ്രസ്സ് എടുത്തായിരുന്നു. ഇത് മെറ്റീരിയലാണ്. ചേച്ചി ജസ്റ്റ് വെച്ച് നോക്കി. പക്ഷേ മെറ്റീരിയൽ നല്ല രസമുണ്ട്. ഷോളിലൊക്കെ നല്ല ഹെവി തരത്തിലുള്ള വർക്കൊക്കെയാണ്. അപ്പം ഹെവി എന്ന് പറയുമ്പോൾ ഒരുപാട് സ്റ്റോണുകളൊക്കെ വെച്ച് നല്ല അടിപൊളി ഡ്രസ്സാണ്. അതും കൊള്ളാം. ചേച്ചി വെച്ച് നോക്കിയപ്പോൾ നല്ല ചേരുന്നുണ്ട്. അത് കഴിഞ്ഞ് ഈ അഫ്ന എന്തോ ഒരു ഡ്രസ്സ് എടുത്തു. അപ്പോൾ കേട്ടോ ഭയങ്കര ലൂസ്, പക്ഷെ നല്ല രസമുണ്ട്. നമുക്ക് നല്ല ചേരുന്നുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ. അതെ, ഈ 3 പേർക്ക് ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ട്. ഇതാണ് അവിടുത്തെ ചേച്ചി. നല്ല സ്നേഹമായിട്ട്. അടുത്തിന് എങ്ങോട്ടാണ് പോകുന്നത്? അടുത്തിന് പരാഗിലാണ് പോകുന്നത്. നടക്കാൻ ഇവിടെ നിന്ന് ഒരുപാടുണ്ട്. നമ്മളെല്ലാം ഓട്ടോയിലാണ് പോകുന്നത്. നമ്മൾ നമ്മളിപ്പോൾ നേരെ പരാഗിൽ വന്നിട്ടുണ്ട്. ഇനി ഇവിടെ നിന്നാണ് നമുക്കുള്ള എല്ലാവർക്കും ഓഫ് വൈറ്റിൻ്റെ മെറ്റീരിയൽ എടുക്കാനായിട്ട്. ഞാനിവിടെ വന്ന് 2ാമത്തെ പ്രാവശ്യമാണ്. ഒരിക്കൽ വന്നത് എൻ്റെ ഒരു അനിയത്തിക്ക് അവളെ കല്യാണത്തിന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി ഇവിടെ വന്നത്. മെറ്റീരിയൽ എടുക്കാൻ വേണ്ടി, റിസപ്ഷൻ ഇടാൻ വേണ്ടിയുള്ള ഡ്രസ്സ് എടുക്കാൻ വേണ്ടി ഇവിടെയാണ് വന്നത്. ഓഫ് വൈറ്റ് ഉണ്ട്. അപ്പോൾ ഏതെടുക്കുന്നത് ഭയങ്കര കൺഫ്യൂഷനാണ്. കാരണം അത്രയ്ക്ക് ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. ഒരുപാട് പല മോഡലാണ്. പിന്നെ ഞങ്ങളിങ്ങനെ നോക്കി എടുക്കുകയാണ്. പിന്നെ വരാത്തവരൊക്കെ ഇത് വീഡിയോ കോൾ ചെയ്താണ് കാണിക്കുന്നത്. സച്ചുവിനൊക്കെ ഞങ്ങൾ വീഡിയോ കോൾ ചെയ്യാണ്. പിന്നെ ഞാൻ എടുത്തത് ഈ മോഡലിലാണ് ഞാൻ എടുത്തത്. ഇങ്ങനത്തെ തുണിയാണ്. അതായത് പ്ലെയിൻ വന്നിട്ട് താഴെ വന്ന് കുറച്ച് വർക്ക് ഷറാറയായിട്ട് തയ്ക്കാൻ വേണ്ടി വിചാരിക്കുന്നത്. അപ്പം അതുകൊണ്ടാണ് അങ്ങനത്തെ എടുക്കുന്നത്. പിന്നെ അതേ ഷെയ്നയൊക്കെ വീഡിയോ കോൾ ചെയ്യണം. അവളൊന്നും വന്നിട്ടില്ല. കാരണം അവളങ്ങ് ദൂരെയാണ്. നമ്മൾ തൃശ്ശൂരാണ്. അതുകൊണ്ട് അവൾക്ക് വരാൻ പറ്റില്ല. പിന്നെ ഇത് അഫ്നയ്ക്ക് എടുത്തു. അഫ്ന ഈ മോഡൽ, അതായത് അഫ്ന വേറെ മോഡൽ. ഓരോരുത്തരും പല തരത്തിലുള്ള മോഡൽ. ഇപ്പം ഞാൻ, എൻ്റെ ചേച്ചീൻ്റെ മോള്, 2-3 പേരൊക്കെ ഒരേ മോഡൽ. പിന്നെ ബാക്കിയുള്ളവർ വേറെ മോഡൽ. എല്ലാവരും വേറെ രീതിയിലാണ് എടുക്കുന്നത്. ഇനി നമ്മൾ ലൈനിങ് എടുക്കുന്നത് അടുത്തതേ മേളിൽ കയറി ലൈനിങ്ങിൻ്റെ സെക്ഷനിലോട്ട്. അവിടെയും കയറി ഒരുപാട് അടുത്ത ക്ലോത്ത്. നമ്മളിവിടെ കയറുന്ന പോയപ്പോൾ ഞാൻ ഇവിടെ കയറില്ലായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് എല്ലാവർക്കും ലൈനിങ്. പിന്നെ എനിക്ക് പാൻറ്റ് എടുക്കണമായിരുന്നു. ബാക്കിയുള്ളവരുടെ പാൻറ്റ് താഴെ തന്നെ ഉണ്ടായിരുന്നു. എൻ്റെ മെറ്റിൻ്റെ പാൻറ്റ് അവിടെ ഇല്ലാത്തത് ഞങ്ങൾ മേളിൽ പോയി പാൻറ്റൊക്കെ എടുത്തു. പിന്നെ അവസാനം നമ്മളിത് എല്ലാവർക്കും ലൈനിങ് എല്ലാം എടുത്ത് വെച്ചത് ലൈനിങ് സെക്ഷനിൽ വന്നിട്ടുണ്ട്.
അടുത്ത ടാസ്ക് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ബില്ല് ചെയ്ത് ഓരോരുത്തർക്കും പ്രത്യേകം കവറിലിട്ട് ഓരോരുത്തരുടെ പേര് എഴുതി വയ്ക്കണം ഓരോ കവറിൽ. അങ്ങനെ നമ്മൾ പരാഗിലെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ നോക്കിയപ്പോൾ ഒരുപാട് കമ്മൽ, അന്ന് വന്നപ്പോൾ ഞാൻ ഈ കടയല്ല ഇത് ഞാൻ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് നല്ല നല്ല കളക്ഷൻസ് ഉണ്ട്. ഞാൻ നേരെ അവിടെ കയറി. അവിടെ കമ്മൽ കണ്ടപ്പോൾ ഏതെടുക്കണം ഭയങ്കര കൺഫ്യൂഷനായിരുന്നു. ഞാൻ ഇവിടെ ഓരോന്നിങ്ങനെ വെച്ചൊക്കെ നോക്കിയാണ്. നല്ല രസമുണ്ട് കേട്ടോ കമ്മലൊക്കെ. പക്ഷേ റേറ്റും നല്ല കുറവാണ്. ഓരോ കമ്മലൊക്കെ നല്ല റേറ്റ് കുറവാണ്. നമ്മൾ എല്ലാ ഡ്രസ്സും ഇടാൻ പറ്റിയ നല്ല നല്ല കമ്മലാണ്, നല്ല ഹെവി കമ്മലാണ്. ഒന്നും വാങ്ങിയില്ല, ജസ്റ്റ് എല്ലാം ഇട്ട് നോക്കിയതേ ഉള്ളൂ. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ നേരെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. തമ്പാൻ്റെ ഒരു ഹോട്ടലിൽ ഊണ് കഴിക്കാൻ വേണ്ടി നമ്മൾ കയറി എല്ലാവരുമായിട്ട്. അതും കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ നമ്മുടെ ബസ് കിടക്കുന്നു, കാട്ടാക്കടത്തേക്കുള്ള ബസ് കിടക്കുന്നു. കയറണമെന്നുണ്ട്, പക്ഷേ ഒരു ആൻറ്റി വരാനുണ്ട്. ആൻറ്റി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഞങ്ങൾക്ക് അവിടെ ഇരിക്കാൻ സ്ഥലമില്ല. അവിടെ എല്ലായിടത്തും ഭയങ്കര തിരക്ക്. എന്തായാലും എവിടെയും ഇരിക്കണമല്ലോ. അങ്ങനെ നമ്മൾ ലാസ്റ്റ് ഒരു സ്ഥലം കണ്ടുപിടിച്ചു. നടന്ന് നിന്ന് തുടങ്ങി അവിടെ ഒരിടത്ത് ഇരിക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് നമ്മൾ ഭയങ്കര ചൂട്, ഭയങ്കര വെയിലൊക്കെ ആയിരുന്നു. ആൻറ്റി നമുക്ക് എല്ലാവർക്കും കുടിക്കാൻ ജ്യൂസൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് കുടിച്ച് നോക്കി നമ്മുടെ ബസ് വന്നു, വല്ലരുടെ ബസ് വന്നു. നമ്മൾ നേരെ അത് കയറി. നമ്മൾ ഷോപ്പിംഗ് കഴിഞ്ഞ് വീടെത്തിയിട്ടുണ്ട്. വെയിലത്ത് ബസ്സിൽ വെയിൽ വന്ന് അതിനാണ് കുറേ നാളിന് ശേഷം ബസ്സിൽ കയറുന്നത്. നമ്മൾ തളർന്നു. പിന്നെ അത് കഴിഞ്ഞ് നമ്മളിത് ഇങ്ങനെ എല്ലാവരും ബില്ലൊക്കെ ഇങ്ങനെ വെച്ച് ഇങ്ങനെ ഒക്കെ ആൻറ്റിക്കൊക്കെ കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഡ്രസ്സെല്ലാം ആൻറ്റിക്കും ആൻറ്റിയുടെ മോനും എല്ലാവരും കാണിച്ചു കൊടുക്കാം. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോകുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ വീഡിയോ.